വയനാട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ പ്രതികളും പിടിയിൽ. മുഖ്യപ്രതി സിൻജോ ജോൺസൺ അടക്കമുള്ളവരാണ് പിടിയിലായത്. കീഴടങ്ങാൻ വരുമ്പോഴാണ് കൽപ്പറ്റയിൽ വെച്ച് സിൻജോ പിടിയിലായത്. മുഹമ്മദ് റാനിഷ്, ആദിത്യൻ എന്നീ പ്രതികളും പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇതോടെ കേസിലെ 18 പ്രതികളും പിടിയിലായി. സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നത്. ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണ, ആരും സഹായത്തിനെത്താത്ത നിസ്സഹായത, ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന് പോലീസ് നിഗമനം. ഇക്കഴിഞ്ഞ 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്തായത്. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട 19 വിദ്യാർത്ഥികളെ 3 വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി. 12 പേർക്ക് 1 വർഷത്തെ പഠനവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി. അതേസമയം കോളേജിലേക്ക് ഇന്നും പ്രതിഷേധ മാർച്ചുണ്ടായി. കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത്. പോലീസ് വലയം ഭേദിച്ച് ക്യാമ്പസിൽ പ്രവേശിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ പ്രതികളും പിടിയിലായെങ്കിലും ഇനിയും പ്രതിപട്ടിക നീളാൻ സാധ്യതയുണ്ട്. രതീഷ്, അമൃത ന്യൂസ്, വയനാട്.